പാലാരി നഗരസഭയിൽ ഡബിൾ ഹാട്രിക്കിലേക്ക് കടന്ന LDF 46 സീറ്റിൽ 26 എണ്ണം നേടിയാണ് LDF ഭരണം നിലനിർത്തിയത്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ LDFും UDFും സീറ്റ് നിലയിൽ ഒപ്പത്തിനൊപ്പം വന്നെങ്കിലും അന്തിമ കണക്കിൽ LDF ഭൂരിപക്ഷം മറികടക്കുകയായിരുന്നു. UDFിന് കഴിഞ്ഞ തവണ 12 സീറ്റുണ്ടായിരുന്നത് ഇത്തവണ 17 സീറ്റായി വർദ്ധിപ്പിക്കാനായി. NDA കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 2 സീറ്റ് നിലനിർത്തി. കഴിഞ്ഞ തവണ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചത് ഇത്തവണയും ആവർത്തിച്ചു. LDF 26, UDF 17, NDA 2, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. CPMന്റെ 31 സ്ഥാനാർത്ഥികളിൽ 12 പേരും CPIയുടെ 8 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നതിൽ 3 പേരും LDF സ്വതന്ത്രരായി മത്സരിച്ച 7 പേരിൽ 3 പേരുമാണ് ജയിച്ചത്. മത്സരിച്ച 3 സീറ്റിലും മുസ്ലിം ലീഗ് വിജയം നേടി. മുസ്ലിം ലീഗിന് പുറമെ UDF നൽകിയ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. LDF സ്ഥാനാർത്ഥികൾ 4 വാർഡുകളിൽ 3ാം സ്ഥാനത്തായി. ഇതിൽ 3 വാർഡുകളിൽ NDAയും 1 വാർഡിൽ UDFും 2ാം സ്ഥാനം നേടി. 33ാം വാർഡിൽ 3 വോട്ടിനാണ് LDFിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. 44ാം വാർഡിൽ നിന്ന് വിജയിച്ച UDF സ്ഥാനാർത്ഥി ആൻഡോ തോമസാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത്. 485 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇദ്ദേഹം ജയിച്ചത്. വിജയിച്ച സ്ഥാനാർത്ഥികൾ നഗരത്തിൽ പ്രകടനം നടത്തി. LDFിന്റെ നേതൃത്വത്തിലുള്ള ആഹ്ലാദ പ്രകടനം ഞായറാഴ്ച വൈകിട്ട് നടക്കും. വൈകിട്ട് 4-ന് കിഴക്കേ നടയിൽ നിന്നാരംഭിച്ച് നഗരം ചുറ്റി സമാപിക്കും. വിജയിച്ച സ്ഥാനാർത്ഥികൾ 21-ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും.